ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും നാടകീയവുമായ ഒരു പോരാട്ട ഭൂമിയായി മാറുകയാണ്. ഒരു വശത്ത് കേരളം, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ തിളച്ചുമറിയുമ്പോൾ, മറുവശത്ത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ അണിയറയിൽ ഒരുങ്ങുന്നത് വമ്പൻ രാഷ്ട്രീയ നീക്കങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കുകൾക്കിടയിൽ അപ്രതീക്ഷിതമായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം ദേശീയ രാഷ്ട്രീയത്തെ ഒന്നടങ്കം സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 16 മുതൽ 18 വരെ നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനം വെറുമൊരു ഔദ്യോഗിക ചടങ്ങല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന 3 ദിവസങ്ങളാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിന് തൊട്ടു പിന്നാലെ ഒട്ടും സമയം കളയാതെ പ്രതിപക്ഷം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സോണിയാഗാന്ധി 3 വരി വിപ്പ് പുറപ്പെടുവിച്ചതോടെ കോൺഗ്രസ് ക്യാമ്പും സജീവമായി. പ്രചാരണ തിരക്കുകൾ മാറ്റിവെച്ച് ഷാഫി പറമ്പിലും ശശി തരൂരും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അടിയന്തരമായി ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. വനിതാ സംവരണം എന്ന മനോഹരമായ ലേബലിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന പുതിയ ബില്ലുകൾ യാഥാർത്ഥ്യത്തിൽ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിനു മേലുള്ള കടന്നുകയറ്റമാണോ എന്ന ഗൗരവമേറിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വനിതാ ശാക്തീകരണം എന്ന ലക്ഷ്യത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബില്ലിന്റെ മറവിൽ സർക്കാർ ലക്ഷ്യമിടുന്നത് മണ്ഡല പുനർനിർണയം എന്ന വലിയ അജണ്ടയാണെന്ന് സോണിയാഗാന്ധി നേരിട്ട് ആരോപിക്കുന്നുമുണ്ട്. 2024 നടപ്പിലാക്കാമായിരുന്ന ഒരു കാര്യം 2029 നീട്ടിവെക്കുന്നതിന് പിന്നിലെ ദുരൂഹതകൾ ചെറുതല്ല. 2021 നടക്കേണ്ടിരുന്ന സെൻസസ് മനഃപൂർവ്വം വൈകിപ്പിച്ചതിലൂടെ കോടിക്കണക്കിന് ആളുകൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയ സർക്കാർ ഇപ്പോൾ ജാതി സെൻസസ് എന്ന ജനകീയ ആവശ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഏറ്റവും ഭയാനകരമായ സംശയം നിലനിൽക്കുന്നത് മണ്ഡല പുനർനിർണയത്തിലാണ്. ജനസംഖ്യയുടെ മാത്രം അടിസ്ഥാനത്തിൽ ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണത്തിൽ മികച്ച മാതൃക കാണിച്ച കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ പ്രാതിനിധ്യം കുറയുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന് വലിയ ഭീഷണിയാണ്. അധികാര തുടർച്ചയ്ക്കായി ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിയമനിർമ്മാണ പ്രക്രിയയെയും ദുരുപയോഗം ചെയ്യുന്ന ഈ രീതി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. പ്രധാനമന്ത്രി എക്കാലത്തും കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ വലിയ പിശുക്ക് കാണിക്കുന്നുവെന്ന സോണിയാഗാന്ധിയുടെ വിമർശനം ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് മുൻകൈ എടുക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും പിന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഈ സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറല്ല. ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ മാത്രമേ സംവരണത്തിന്റെ യഥാർത്ഥ ഗുണഫലം താഴെത്തട്ടിലുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. എന്നാൽ BJP എപ്പോഴും ഭയപ്പെടുന്നത് ഈ സത്യം പുറത്തു വരുന്നതിനെയാണ്. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടിയത് പ്രതിപക്ഷത്തെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള തന്ത്രമാണ്. ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും വൈകാരികമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാനുമാണ് BJP എപ്പോഴും ശ്രമിക്കുന്നത്. ഏപ്രിൽ 29 ശേഷം സർവകക്ഷി യോഗം വിളിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ മാന്യമായ ആവശ്യം പോലും അംഗീകരിക്കാൻ തയ്യാറാക്കാത്ത സർക്കാർ പാർലമെന്ററി മര്യാദകളെ പാടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഏപ്രിൽ 16 പാർലമെന്റിന്റെ വാതിലുകൾ തുറക്കുമ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് കേവലം ബില്ലുകളുടെ ചർച്ചകളല്ല, മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നതിന്റെ പോരാട്ടം കൂടിയായിരിക്കും. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ 3 ദിവസങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഏടായി മാറുമെന്നതിൽ സംശയമില്ല.